everyone, welcome back to Ijivale 2.0. Plus 2 economics exam ആണ് 10th. അപ്പോൾ പ്ലസ് ടു ഇക്കണോമിക്സ് എക്സാമിൽ നിങ്ങൾ പഠിക്കേണ്ട ഓണപരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു 5-6 പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് വിത്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് എക്സാമിന് വരുള്ളൂ കേട്ടോ. കാരണം നിങ്ങൾക്ക് എക്സാമിനുള്ള ചാപ്റ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസ് ചെയ്തിരിക്കുന്നത്. എക്സാമിന് പല സ്കൂളുകളിലെ പല ചാപ്റ്റേഴ്സ് ആണ്. അതിൽ നമ്മുടെ പോർഷൻസ് പ്രകാരം എക്സാമിന് മൈക്രോയിൽ നിന്ന് ഫസ്റ്റത്തെ 3 ചാപ്റ്റേഴ്സും മാക്രോയിൽ നിന്ന് 2 ചാപ്റ്ററാണ്. ചില സ്കൂളുകളിൽ ഇതിന് വ്യത്യാസം ഉണ്ടാവും. മൈക്രോന്ന് 2, മാക്രോന്ന് 2. അപ്പം 2 എന്ന് പറഞ്ഞ കുട്ടികളുണ്ട്. മൈക്രോ മാത്രം അങ്ങനെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ദെൻ മാക്രോന്ന് 1 പാഠവും മൈക്രോന്ന് 3 പാഠവും അങ്ങനെ എടുക്കുന്ന സ്കൂളുകാരുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും ഏത് പാഠത്തിൽ നിന്നാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ഒരു ക്വസ്റ്റ്യനിൽ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഇപ്പോൾ ആ പാഠമില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഓരോ വീഡിയോസും ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 3 പാഠം മൈക്രോയിൽ നിന്നും 2 പാഠം മാക്രോ എക്കണോമിക്സിൽ നിന്നും അങ്ങനെ 5 പാഠത്തിൽ നിന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് മാർക്കറ്റ് ഡിമാൻഡ് കണ്ടുപിടിക്കാൻ 2 മാർക്സിന് നമുക്ക് വരും. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 2 മൈക്രോയിലെ 2nd ചാപ്റ്റർ ആണ്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് കണ്ടുപിടിക്കാൻ വരും. അതും ചാപ്റ്റർ 2 മൈക്രോയിലെ 2nd ചാപ്റ്റർ തന്നെയാണ്. ദെൻ ബഡ്ജറ്റ് ലൈൻ്റെ പ്രോബ്ലം നമുക്ക് വരാറുണ്ട്. അത് മൈക്രോയിൽ നിന്ന് തന്നെ 2nd ചാപ്റ്റർ ആണ്. കോസ്റ്റ് പ്രോബ്ലം വരാറുണ്ട്, 8 മാർക്കിനാണ് വരാറ്. അത് മൈക്രോയിൽ നിന്ന് 3rd ചാപ്റ്റർ ആണ്. അപ്പം ഇല്ലാത്ത കുട്ടികൾ ആ പ്രോബ്ലം പഠിക്കേണ്ട. പ്രൊഡക്റ്റിൻ്റെ പ്രോബ്ലം അതും നമുക്ക് മൈക്രോയിൽ നിന്ന് 3rd ചാപ്റ്റർ തന്നെയാണ്. GDP ഡിഫ്ലേറ്റർ കണ്ടുപിടിക്കാൻ വരാറുണ്ട്. അത് മാക്രോയിൽ നിന്നുള്ള 2nd ചാപ്റ്റർ ആണ്. മാക്രോയിലെ 2nd ചാപ്റ്റർ നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പം അതിൽ GDP ഡിഫ്ലേറ്റർ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഒരുവിധം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി വരാറുള്ളത് GDP കണ്ടുപിടിക്കാനാണ്. അത് 3 മെത്തേഡിൽ നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക, ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അതിലത്രയേ ഉള്ളൂ. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്നും ചില കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, consider a market with 3 consumers and their demand, calculate market demand. അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, മാർക്കറ്റ് ഡിമാൻഡ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ വരിക. മാർക്കറ്റ് ഡിമാൻഡിലെ ക്വസ്റ്റ്യനിൽ ഒരു പ്രൈസിൻ്റെ കോളം തന്നിട്ടുണ്ടാവും. 3, 4, 2 2-ലധികം ഡിമാൻഡുകൾ തന്നിട്ടുണ്ടാവും. ഓരോന്നും ഓരോ വ്യക്തികളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിമാൻഡാണ്. ഈ ഇൻഡിവിജ്വൽ ഡിമാൻഡിനെ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കർവിലേക്ക് കൺവേർട്ട് ചെയ്യണം. കർവ് ചിലപ്പോഴേ വരയ്ക്കാൻ വരാറുള്ളൂ. മാർക്കറ്റ് ഡിമാൻഡിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതേ ടേബിൾ അതേപോലെ ആൻസറിലേക്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെക്കുക. അതായത് സെയിം സംഭവം നമ്മൾ ആൻസറിലേക്ക് നമ്മൾ എഴുതി വെക്കാം. ഫസ്റ്റ് ചെയ്തതിൻ്റെ ആൻസർ ആണ് പ്രൈസ് D1, D2 ആൻഡ് D3. 3 ഡിമാൻഡും പ്രൈസും കൂടിയിട്ടുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. 1, 2, 3, 4, 5. ചിലപ്പോൾ 10, 20 ആയിരിക്കും. അതിന് മാറ്റമില്ല. 9, 8, 7, 6, 5, 24, 20, 18, 16 ആൻഡ് 14, 15, 13, 10, 8 ആൻഡ് 5. എന്നിട്ട് 4-മതായിട്ട് നമ്മളൊരു ഒരു കോളം കൊടുക്കണം. അത് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൽ എല്ലാ D1, D2, D3 അല്ലാതെ എല്ലാ ഇൻഡിവിജ്വലുകളും ഹൊറിസോണ്ടലി ആഡ് ചെയ്യുക. ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9, 24, 50 അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് 3 എണ്ണം എല്ലാ ഡിമാൻഡുകളും നമ്മൾ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇതാണ് എന്താ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. 48 വരും. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ 8 + 20 + 30 നമ്മൾ ചെയ്യുമ്പോൾ 41 വരും. ദെൻ 7 + 18 + 10 35 വരും. ദെൻ 6 + 16 + 8 30 വരും. 5 + 14 + 5 24 വരും. ഓക്കെ, ഇതാണ് മാർക്കറ്റ് ഡിമാൻഡ്. മാർക്കറ്റ് ഡിമാൻഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹൊറിസോണ്ടലി ആഡ് ചെയ്താൽ ഇങ്ങനെ
ആഡ് ചെയ്തിട്ട് എഴുതാം. 2 മാർക്കാണ്, വെറുതെ കളയരുത്, നല്ല എളുപ്പമാണ്. ഇനി ഇതിൻ്റെ ഷെഡ്യൂൾ ചെയ്ത് നമ്മളോട് കർവ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയോ? കർവ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് നമ്മുടെ ഒരു ആക്സിസിൽ കൊടുക്കുക, ഡിമാൻഡ് ഒരു ആക്സിസിൽ കൊടുക്കുക, എന്നിട്ട് നമ്മൾ വരയ്ക്കതാ ഇങ്ങനെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ട് ഇവിടെ നമ്മൾ ഡിമാൻഡും ഇവിടെ പ്രൈസും കൊടുക്കുക. അപ്പോൾ 1 2 3 4 5 ഡിമാൻഡ് നമുക്ക് 10 20 40 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് പ്രൈസ് 0 ആകുമ്പോൾ ഒന്നുമില്ല, പ്രൈസ് 1 ആകുമ്പോൾ 48, അങ്ങനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ട് ജസ്റ്റ് വരയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ മാത്രം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ. 2 മാർക്കാണ്, ഒന്നുമില്ല. മാർക്കറ്റ് ഡിമാൻഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഹൊറിസോണ്ടലായിട്ട് ആഡ് ചെയ്യുക. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ആണ് കൺസിഡർ എ ഡിമാൻഡ് ഫോർ എ ഗുഡ് അറ്റ് എ പ്രൈസ് 4. ദ ഡിമാൻഡ് ഫോർ ദ ഗുഡ് ഈസ് 30. പ്രൈസ് 4 ആവുമ്പോൾ ഡിമാൻഡ് 30 ആണ്. സപ്പോസ് ദ പ്രൈസ് ഓഫ് ഗുഡ് ഇൻക്രീസസ് ടു 5 ആൻഡ് ദ ഡിമാൻഡ് ഫോർ ദ ഗുഡ് ഈസ് 20. അതായത് പ്രൈസ് ഇൻക്രീസ് ആയി, അതായത് 4ൽ നിന്ന് പ്രൈസ് നമുക്ക് ഇൻക്രീസ് ആയി. എത്ര രൂപയായി? എത്ര ഡിമാൻഡായി? 20 ആയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ് 4 ആവുമ്പോൾ 30 ആയിരുന്നു കിലോ, പ്രൈസ് 5 ആയപ്പോൾ 20 ആയി. അപ്പം ഇത് P1, ഇത് P2, ഇത് Q1, ഇത് Q2. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ പ്രൈസും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ പഠിക്കേണ്ടത് എന്താണ്? ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. നമുക്ക് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടി. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. P1 ബൈ ചിലവരെ P1 ബൈ ക്യൂ P0 ബൈ Q0 ഇൻറ്റു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ക്യൂ അങ്ങനെ എടുക്കാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അത് ഫസ്റ്റത്തെ പ്രൈസ്, ഫസ്റ്റത്തെ ക്വാണ്ടിറ്റി, അങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻസ് വരിക. അപ്പോൾ നമ്മളിവിടെ ആദ്യം എഴുതേണ്ടത് പ്രൈസ് ആണ്. ഫസ്റ്റത്തെ പ്രൈസ് P0 Q0 P1 ആൻഡ് Q1. അതായത് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ ഫസ്റ്റത്തെ വാല്യൂ എന്നാണ്. ഫസ്റ്റത്തെ പ്രൈസ് 4 ആവുമ്പോൾ നമ്മൾ 30 കിലോ വാങ്ങി. പ്രൈസ് ഇൻക്രീസ് ചെയ്തു, പ്രൈസ് 5 രൂപയായപ്പോൾ നമ്മൾ എത്ര കിലോ വാങ്ങി എന്നാണ് പറഞ്ഞത്? നമ്മൾ 20 കിലോ ആയി വാങ്ങി. ഇനി നമുക്കിവിടെ ആവശ്യമുള്ളത് P1 Q1 എന്ന് പറയുന്നത് P0 Q0 ആണ്. അപ്പോൾ നമുക്ക് P0 Q0 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ ക്യൂവും ഡെൽറ്റ പിയും ആണ്. ഡെൽറ്റ ക്യൂ എന്ന് പറയുമ്പോൾ 20 മൈനസ് 30, ഡെൽറ്റ പി എന്ന് പറയുന്നത് 5 മൈനസ് 4. അപ്പോൾ നമുക്ക് 1ഉം 10ഉം ആണ് നമുക്ക് ആൻസർ കിട്ടുക. അതായത് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്നേ ചോദിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് നെഗറ്റീവും പോസിറ്റീവും ഒന്നല്ല. ഇവർ തമ്മിലുള്ള വ്യത്യാസം നമ്മളത് ഇക്വേഷൻസ് ഇട്ട് കൊടുക്കുക. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 10, ഡെൽറ്റ പി എന്ന് പറയുന്നത് P0 എന്ന് പറയുന്നത് 4 ബൈ Q0 എന്ന് പറയുന്നത് 30 ആണ്. ഇനി എന്താ ചെയ്യുക? അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇൻറ്റു ചെയ്യുക. 40 ബൈ 30 വരും. നമ്മൾ കാൽക്കുലേറ്ററിൽ പോയിന്റ് സംഖ്യ എഴുതി വെക്കണം കേട്ടോ. നമ്മൾ പോയിന്റ് സംഖ്യ എഴുതുമ്പോൾ 40 ബൈ 30 വരുമ്പോൾ നമുക്ക് 1.3 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് അവിടെ ആൻസർ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഇക്വേഷൻ പഠിക്കുക, ദെൻ ഡെൽറ്റകൾ സൈഡിൽ കാണിച്ചിട്ട് വെക്കുക, ദെൻ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. എല്ലാവർക്കും സെക്കൻഡ് ചാപ്റ്റർ എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. സെക്കൻഡ് ചാപ്റ്ററിലെ ചോദ്യം, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 8 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാറുണ്ട് ഓണപരീക്ഷയ്ക്ക്. അപ്പോൾ 2 രീതിയിൽ അത് പഠിക്കണം. കാരണം 8 മാർക്കിൻ്റെ ബേസ് ആവാം, 5 മാർക്കിൻ്റെ ബേസ് ആവാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ എക്സ് വാണ്ട്സ് ടു കൺസ്യൂം 2 ഗുഡ്സ്. ദ പ്രൈസസ് ഓഫ് ആർ 4 and 5. ഇൻകം ഈസ് 20. നമുക്ക് പ്രൈസ് ഓഫ് ഗുഡ് 1 തന്നിട്ടുണ്ട്, പ്രൈസ് ഓഫ് ഗുഡ് 2 തന്നിട്ടുണ്ട്, ഇൻകം തന്നിട്ടുണ്ട്. വൈ ഓർ എം. ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹൗ മച്ച് ഓഫ് ഗുഡ് 1 ദാറ്റ് ഹി ക്യാൻ കൺസ്യൂം ഇഫ് ഹി സ്പെൻഡ് ഹിസ് എൻറ്റയർ ഇൻകം. എൻറ്റയർ ഇൻകം ആയ 20 റുപ്പീസ് കംപ്ലീറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രൈസ് നമ്മുടെ ഗുഡ് 1 കിട്ടും? സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് പിന്നീട് ചോദിച്ചിട്ടുണ്ട്. ഹൗ മച്ച് ഓഫ് ഗുഡ് 2 ദാറ്റ് ഹി ക്യാൻ കൺസ്യൂം ഹി സ്പെൻഡ് ഹിസ് എൻറ്റയർ ഇൻകം. Then the question, what is the slope of the budget line? പിന്നെ when price of 1 increases to ₹6, what happened budget line? Draw the budget line. അതായത് ഒരുപാട് ചോദ്യം ഉണ്ട് ഇതിൽ, എന്നാൽ എല്ലാം നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എഴുതാനും കണ്ടുപിടിക്കാനും എളുപ്പമാണ്. പിന്നെ നിങ്ങളിത് ചെയ്യുമ്പോൾ ABCD ഇട്ടിട്ട് തന്നെ ചെയ്യാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി നോക്കാം.
ആദ്യമായിട്ട് നമ്മൾ എടുത്തെഴുതേണ്ടത് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം. ഫസ്റ്റ് വൺ, P1 തന്നിട്ടുണ്ട് നമുക്ക് 4 എന്ന്, P2 തന്നിട്ടുണ്ട് നമുക്ക് 5 എന്ന്, ഇൻകം തന്നിട്ടുണ്ട് 20. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ ആണ്. അപ്പം ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ഇപ്പം തന്നെ പഠിക്കാത്ത കുട്ടികൾ P1x1 പ്ലസ് P2x2 ഈക്വൽ ടു M ആണ്. P1 എന്ന് പറയുന്നത് 4x1 പ്ലസ് P2 എന്ന് പറയുന്നത് 5x2 ഈക്വൽ ടു M 20. ആൻസർ ഫസ്റ്റത്തെ ആൻസർ ആയി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എത്രത്തോളം ഹൗ മച്ച് ഓഫ് ഗുഡ് വൺ ദാറ്റ് ഹി ക്യാൻ കൺസ്യൂം ഹി ഹാസ് സ്പെൻഡ് ഹിസ് എൻറ്റയർ ഇൻകം ഓഫ് ഗുഡ് വൺ. അതായത് ഗുഡ് വണ്ണ് വാങ്ങാൻ ഫുൾ അയാൾ ചിലവാക്കിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഗുഡ് വണ്ണിൻ്റെ പ്രൈസ് എത്രയാണ്? ഗുഡ് വണ്ണ് എത്ര കിലോ വാങ്ങുന്നതാണ്? ഗുഡ് വണ്ണിൻ്റെ പ്രൈസ് 4 ആണ്. എൻറ്റയർ ഇൻകം എന്ന് പറയുമ്പോൾ 20 ആണ്. അപ്പോൾ 20/4. അപ്പോൾ എത്ര കിലോ കിട്ടി? 5 kg അയാൾക്ക് കംപ്ലീറ്റ് വാങ്ങാം. ഇതിന് നമ്മൾ വേറൊരു ടേമുകളും വിളിക്കും. M/P1 എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്നത് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്നാണ് കേട്ടോ. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. ഇതേപോലെ തന്നെ നമുക്ക് D ക്വസ്റ്റ്യൻ, C ക്വസ്റ്റ്യൻ സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ്. സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈന് -P1/P2 ആണ്. P1 എന്ന് പറയുന്നത് 4/5. അപ്പോൾ 4/5 നമ്മൾ ഇതേപോലെ കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കണം കേട്ടോ. 4/5 ഈക്വൽ ടു 0.8 ആണ്. അപ്പോൾ 0.8 ആണ് സ്ലോപ്പ്. പിന്നെ നമ്മളോട് ചോദിച്ചിരുന്നത് ഗുഡ് 2 ആണ്. അതായത് ഗുഡ് 2 എത്രത്തോളം കിട്ടും എൻറ്റയർ ഇൻകം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ? 20/5 നോക്കുമ്പോൾ നമുക്ക് 4 കിലോഗ്രാം കിട്ടും. ഈ M/P2 നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. ഇതൊക്കെ പഠിക്കണം കേട്ടോ. ഇതൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ 4 ക്വസ്റ്റ്യനുള്ള ആൻസർ നമ്മുടെ കയ്യിലായി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചത്. ഈ ക്വസ്റ്റ്യൻ ആണ് വെൻ പ്രൈസ് ഇൻക്രീസസ്. ഏത് പ്രൈസ് ആണെന്നറിയോ? ഗുഡ് വണ്ണിന്റെ പ്രൈസ് ഇൻക്രീസ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻ ബഡ്ജറ്റ് ലൈൻ ഡ്രോദം. എന്ത് സംഭവിക്കുന്നു ചോദിച്ചിട്ടുണ്ട്. പ്രൈസ് ഓഫ് ഗുഡ് വൺ ഇൻക്രീസസ് ട്ടാ. അതായത് വിത്തൗട്ട് ചേഞ്ചിങ് കൺസ്യൂമറിന്റെ ഇൻകം ചേഞ്ച് ആവുന്നില്ല. പ്രൈസ് 1 എത്ര രൂപയെന്ന് പറഞ്ഞാൽ 6 രൂപയായി. നമുക്ക് 4 ആയിരുന്നു പ്രൈസ് 1, അത് 6 രൂപയായി. ഇൻകത്തിന് ചേഞ്ച് ഒന്നുമില്ല 20. അപ്പം എന്താ സംഭവിക്കാന്ന് അറിയണം. അപ്പം അതിന് മുന്നേ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ബഡ്ജറ്റ് ലൈൻ വരച്ച് വെക്കാം. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ നമ്മൾ 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്മളിതിങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ X ആക്സിസും Y ആക്സിസും വരയ്ക്കണം കേട്ടോ. Xും Y ആക്സിസും നമ്മൾ വരയ്ക്കാം. ഇവിടെ മിസ് 2, 3, 4, 5, 6 ഇത് തന്നെയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഫസ്റ്റത്തെ ബഡ്ജറ്റ് ലൈൻ ആദ്യം വരയ്ക്കണം. പ്രൈസ് 4 ആകുമ്പോൾ നമ്മൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് നമുക്ക് 5 ആയിരുന്നു. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് 4 ആയിരുന്നു. അത് ഇവിടെയാണ് അടയാളപ്പെടുത്തുക. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 5 ആയിരുന്നു. അത് ഇവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് നമ്മളിത് കൂട്ടി വരച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റത്തെ ബഡ്ജറ്റ് ലൈനാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റത്തെ ബഡ്ജറ്റ് ലൈൻ എങ്ങനെ വരയ്ക്കുക? വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും കൂട്ടി മുട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടി? ബഡ്ജറ്റ് ലൈൻ നമുക്ക് കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഗുഡ് വണ്ണിൻ്റെ പ്രൈസ് കൂടി. ഗുഡ് 1 നമ്മൾ ഇവിടെ അടയാളപ്പെടുത്താം. ഇവിടെയാണ് നമ്മൾ ഗുഡ് 1 അടയാളപ്പെടുത്തുക. ഇവിടെ ഗുഡ് 2 ആണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഗുഡ് 1ൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ നോർമലി കുറവാണ് നമ്മൾ വാങ്ങാം. അപ്പോൾ ഇവിടെ ആർക്കാ ചേഞ്ച് വരിക? നമ്മളെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ചേഞ്ച് ആയി 20/6 ആയി. അപ്പോൾ 20/6 എന്ന് പറയുമ്പോൾ ഇങ്ങനത്തിന് ചേഞ്ച് ഇല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. 3.3 ആണ് വരിക. അപ്പോൾ ഇവിടെ എവിടെ വരെ എത്തിയതാ? 3.3 ഏകദേശം നമുക്ക് ഇവിടെ വരയ്ക്കാം. അപ്പോൾ ഇവിടെ നിന്ന് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് മാറ്റം ഉണ്ടോ? ഇല്ല. കാരണം വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് മാറണമെങ്കിൽ പ്രൈസ് ഓഫ് ഗുഡ് 2 കുറയണം. അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിത് ഇങ്ങോട്ട് വരയ്ക്കണം. ഒരു പോയിന്റ് തന്നെയാണ് വെർട്ടിക്കൽ. ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ ബഡ്ജറ്റ് ലൈനെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയി വിത്തൗട്ട് ചേഞ്ചിങ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. എന്താ സംഭവിച്ചത്? നമുക്ക് ഡൗൺവേർഡ് ആയി വിത്തൗട്ട് ചേഞ്ചിങ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിങ്ങനെ വരച്ചു വെച്ചാൽ മാത്രം പോരാ, ഇവിടെ എഴുതണം. വാട്ട് ഹാപ്പൻ ബഡ്ജറ്റ് ലൈൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എഴുതണം വെൻ ഓൺലി 1 price of good increases, budget line shift partially, അതായത് പകുതിയല്ലേ ഷിഫ്റ്റ് ആവുന്നുള്ളൂ, ഡൗൺവേർഡ് വിത്തൗട്ട് ചേഞ്ചിങ്
vertical intercept without changing vertical intercept. ഇങ്ങനെ എഴുതിയിട്ട് ഇത് കാണിച്ചു കൊടുക്കണം. ഇത്ര ഇതിലാണ് 8 മാർക്ക് കേട്ടോ. ഇക്വേഷൻ 1 മാർക്ക്, 2, 3, 4, വരയ്ക്കുന്നതിന് 2 മാർക്ക്, എഴുതുന്നതിന് 2 മാർക്ക്, അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ 8 മാർക്ക് കിട്ടുക. ഇത് 8 മാർക്ക് 5 മാർക്കിലേക്കൊക്കെ ചോദ്യം പോകുന്നതാണ്. എങ്ങനെ നമുക്ക് 2ാം പാഠത്തിൽ ഇത് എല്ലാവർക്കും പഠിക്കണം, എല്ലാ കാറ്റഗറി, കാരണം 2ാം പാഠം ഇല്ലാത്ത കുട്ടികൾ ഉണ്ടാവില്ല. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കോസ്റ്റ് പ്രോബ്ലം ആണ്. കോസ്റ്റ് പ്രോബ്ലം മെയിൻലി 3rd ചാപ്റ്റർ, മൈക്രോയിലെ 3rd ചാപ്റ്റർ ആണ്. അപ്പം മൈക്രോയില് 3rd ചാപ്റ്റർ ഉള്ള കുട്ടികൾക്ക് മാത്രമേ ഇത് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതും ഈ പറഞ്ഞതുപോലെ 8 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെ ഒക്കെ ചോദ്യമാണ് കേട്ടോ. അപ്പം എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇക്വേഷൻസ്, നമ്മൾ ആദ്യം TC, TVC, TFC ഈ 3 സംഭവങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം. ടി വെച്ചിട്ടുള്ള കോസ്റ്റുകൾ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചാലാണ് നമുക്കതിൻ്റെ ആൻസർ കിട്ടുക. അപ്പം ടി വെച്ചിട്ടുള്ള സംഭവങ്ങൾ ആരൊക്കെയാണ്? TC, TVC, TFC. TVC ഓൾറെഡി ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ അല്ലെ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ TFCയിൽ ഒരെണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് TFC ഒരെണ്ണം കിട്ടിയാൽ മതി, ബാക്കിയുള്ളതെല്ലാം സെയിം ആയിരിക്കും. സോ 20 തന്നെയായിരിക്കും എല്ലാത്തിലും. TFC വിൽ ബി 1 and only സെയിം ആയിരിക്കും. അങ്ങനെ ഇതിന് നമുക്ക് ചേഞ്ചസ് ഒന്നും വരില്ല, അതുകൊണ്ട് എല്ലാം സെയിം ആയിരിക്കും. ഇനി TC കിട്ടണം അല്ലേ. TC കിട്ടാനുള്ള ഇക്വേഷൻ ഇപ്പം തന്നെ പഠിക്കുക. TC ഈക്വൽ ടു TFC പ്ലസ് TVC. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ TC കിട്ടും. അപ്പം 20 + 0 20, 10 + 20 30, 20 + 80 38, 20 + 24 44, 20 + 29 49, 20 + 33 53, 20 + 39 59, 20 + 47 67, 20 + 60 80, 20 + 75 95, 20 + 95 150. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം 3 പേരും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഒരുവിധം എല്ലാ കാറ്റഗറിയും കിട്ടും ഇനി, കാരണം 3 ടീകളെ കിട്ടുകയാണ് നമ്മൾ ഫസ്റ്റത്തെ. പിന്നെ ക്വാണ്ടിറ്റി 0 ആവുമ്പോൾ നമുക്ക് എല്ലാം 0 ആയിരിക്കും, പക്ഷെ ഇവിടെ ക്വാണ്ടിറ്റി 1 ആണ് തന്നിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യുക? AFC, AVC ഒക്കെ കണ്ടുപിടിക്കുക. എകളെ കണ്ടുപിടിക്കാൻ AFC, AVC, SAC എല്ലാ എകളുടെ ഇക്വേഷനും നമുക്ക് ഡിവൈഡഡ് ബൈ Q ആണ്. SAC എന്ന് പറയുന്നത് TC/Q ആണ്. AVC എന്ന് പറയുന്നത് TVC by Q ആണ്. AFC എന്ന് പറയുന്നത് TFC/Q ആണ്. ഇത്രയാണ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം TFC 20/1 20, 20/2 10, 20/3 പോയിന്റുകൾ വരും കേട്ടോ. അപ്പോൾ അത് അതേപോലെ 20/3 6.6 വരും, 20/4 5, 20/5 4, 20/6 20/6 3.3, then 20/7 അങ്ങനെ ചെയ്യാം. TVC ഡിവൈഡഡ് ബൈ Q ചെയ്ത AVC കിട്ടും. 0/1 0, then 10/2 5, 18/3 6, 24/4. നമ്മളിതാ ഇതേപോലെ എല്ലാവരും കാൽക്കുലേറ്റർ കൊണ്ടുപോവുക, എന്നിട്ട് ചെയ്യുക 6, then 29/5 5.8, 33/6 5.5, 39/7 5.57. അങ്ങനെ AVC കണ്ടുപിടിക്കാം. ദെൻ ഇപ്പോൾ AFC, AVC, SAC. ഇനി നമ്മൾ SAC കണ്ടുപിടിക്കണം. SAC കണ്ടുപിടിക്കാൻ TCനെ പിടിക്കുക. 20/1 20, 30/2 15, 38/3. നമ്മൾ കൈ വെച്ച് നോക്കാം, നമുക്ക് ഈ ഇക്വേഷൻസ് തെറ്റരുത്. ഇനി SAC എന്ന് പറഞ്ഞാൽ TC തന്നെയാണ്, TVCയിലേക്ക് പോകരുത്. 44/4 11, then 49/5 9.8. അങ്ങനെ അത് ചെയ്തു പോവാ. SMC എന്ന് പറഞ്ഞാൽ കുറച്ച് ഇതാണ്. SMC മാത്രമാണ് നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. TC2 - TC1 എന്ന് വെച്ചാൽ രണ്ടാമത്തെ TC ഒന്നാമത്തെ കുറയ്ക്കുക. രണ്ടാമത്തെ TC എന്ന് പറയുന്നത് ഇതല്ലേ. എന്നിട്ട് രണ്ടാമത്തെ TCയിൽ നിന്ന് ഫസ്റ്റ് ഇത് ഡാഷ് ആയിരിക്കും. 20 എന്ന് വേണമെങ്കിൽ അതിൻ്റെ മേലെ ഒന്നുമില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ 20 രണ്ടാം നിങ്ങൾ ഡാഷ് ഇട്ടാൽ മതി. രണ്ടാമത്തെ TC ഇതാണ്. അതിൽ നിന്ന് ഒന്നാമത്തെ കുറച്ചിട്ട് നേരെ ചെയ്താൽ 30 - 20 10, 38 - 38 44 - 38 6, 49 - 5
53 മൈനസ്, അങ്ങനെ മേലത്തെ മൈനസ് ചെയ്യാം. അതായത് താഴത്ത് നിന്ന് മേലത്തെ മൈനസ് ചെയ്യാം. 59 മൈനസ് 53 കേട്ടോ. പിന്നെ 59 67 മൈനസ് 59 8, അങ്ങനെ SMC കാണാം. SMC മാത്രമാണ് നമുക്കിവിടെ മൈനസ് ചെയ്യാനുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. പിന്നെ ഇത് മൂന്നും കിട്ടുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. അപ്പം നിങ്ങൾ ഇക്വേഷൻസ് പഠിക്കുമ്പോൾ തെറ്റിക്കരുത്. ആദ്യം നമ്മൾ ഇത് 3 കിട്ടണം. അതിനുശേഷം നിങ്ങൾ AC-കൾ ABC IFC-കൾ കിട്ടണം. ലാസ്റ്റ് SMC. ഇങ്ങനെ വേണം പഠിക്കാനായിട്ട്. 5 മാർക്ക് 6 മാർക്ക് 8 മാർക്ക്. ഓക്കെ, തെറ്റിക്കാൻ പാടില്ല. വളരെ എളുപ്പമാണ് കേട്ടോ. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വളരെ എളുപ്പമുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സെയിം ആസ് നമ്മൾ പറഞ്ഞ പോലെ TP തന്നിട്ടുണ്ടാവും. APയും MPയും കണ്ടുപിടിക്കാനുള്ളൂ. ഇതിൽ കൂടെ തന്നെ നമുക്ക് ഇവിടെ ചെയ്ത് കാണിച്ചു തരാം. AP ദെൻ MP. AP എന്ന് പറഞ്ഞ ആവറേജ് ആണ്. TP/Q. നമ്മൾ നേരത്തെ ചെയ്ത പോലെ AP എന്ന് പറഞ്ഞാൽ TP/Q ആണ്. MP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ TP2 മൈനസ് TP1, അതായത് 2ൽ നിന്ന് 1 കുറയ്ക്കാം. നോക്കി നോക്കാം. AP/Q എന്ന് പറയുമ്പോൾ ഇതാണ് AP. ഫസ്റ്റത്തെ 0 ആണ്. 15/1 15, 35/2 7, 35/2 17.5, 15/3 15, 40/4 10, 48/5 9.6. MP എന്ന് പറഞ്ഞാൽ TPയിൽ നിന്ന് 2 മൈനസ് 1 അങ്ങനെ കുറയ്ക്കുക. 15 0 പോയിട്ടുണ്ടെങ്കിൽ 15, 35 20, 40 15 15, 40 50 മൈനസ് 10 then 48 8. കണ്ടോ, ഇങ്ങനെ രണ്ടാമത്തത് മൈനസ് രണ്ടാമത്തത് മൈനസ് ഇങ്ങനെ മേലേക്ക് മൈനസ് ചെയ്ത് വരാം. 2 മാർക്കാണ് കളയരുത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് മാക്രോയിൽ നിന്നാണ്. മാക്രോയിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. വാല്യൂ ഓഫ് നോമിനൽ GDP 2800 crore, വാല്യൂ ഓഫ് GDP at base year 3200 crore ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് GDP ഡിഫ്ലേറ്റർ. GDP ഡിഫ്ലേറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാം, ആൻസർ എഴുതാം, പ്രൈസ് ലെവൽ ഇൻക്രീസ് ആയോ ഡിക്രീസ് ആയോ എന്ന് എഴുതാം. എന്താണ് GDP ഡിഫ്ലേറ്റർ എന്ന് വെച്ചാൽ, GDP ഡിഫ്ലേറ്റർ കണ്ടുപിടിക്കുന്നത് ജനറൽ പ്രൈസ് ലെവലിൽ മാറ്റം വന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇഫ് ഇൻക്രീസസ് ഓർ ഡിക്രീസ്, അതാണ് സംഭവിക്കുക. അതായത് ജനറൽ പ്രൈസ് ലെവലിൽ എന്ത് മാറ്റം വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, GDP ഡിഫ്ലേറ്റർ കണ്ടുപിടിക്കുന്നത്. GDP ഡിഫ്ലേറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിക്കാം. നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP. ഇതാണ് ഇക്വേഷൻ. റിയൽ GDP into 100. നോമിനൽ GDP എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റത്തെ കറണ്ട് ഇയർ പ്രൈസ് ആണ്. നോമിനൽ എന്ന് വെച്ചാൽ കറണ്ട് ഇയർ ആണ്. ചിലപ്പോൾ നോമിനലിന് പറഞ്ഞ് നമുക്ക് വർഷം തരും. ഇപ്പോൾ 2020 തരും, ബേസ് ഇയർ 2010 തന്നാൽ പുതിയ വർഷത്തെ GDP വേണം ഫസ്റ്റ് എഴുതാൻ. അപ്പോൾ 2800 ഡിവൈഡഡ് ബൈ റിയൽ GDP, അതായത് ബേസ് ഇയറത്തെ 3200 തന്നിട്ടുണ്ട്, ഇൻറ്റു 100 ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടുന്നത് ഒരു 2800 ഡിവൈഡഡ് ബൈ ഇൻറ്റു 100 നമുക്ക് 87.5 ആണ്. ഈ ആൻസർ 100ന് മുകളിലാണ് എങ്കിൽ ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ആയി എന്നാണ് അർത്ഥം. ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസസ്. 100ന് താഴെയാണ് എങ്കിൽ, ഇപ്പം 100ന് താഴെയാണെങ്കിൽ ജനറൽ പ്രൈസ് ലെവൽ ഡിക്രീസസ് എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ് 20, ഇവിടെ 100ന് താഴെയാണ്. അബൌട്ട് എത്ര കുറവുണ്ട്, 100 മൈനസ്. നമ്മൾ എന്നിട്ട് അവിടെ അത്രത്തോളം പെർസെൻറ്റേജ് കുറവ് വന്നു എന്ന് എഴുതി വെക്കണം. നമുക്കൊരു 100 മൈനസ് 87.5 ചെയ്യുമ്പോൾ 12.5 ആണ്. അപ്പം അത്രയും പെർസെൻറ്റേജോളം ജനറൽ പ്രൈസ് ലെവല് ഡിക്രീസസ് വെൻ കമ്പയർഡ് ടു ബേസ് ഇയർ. മുന്നത്തെ വർഷത്തേക്കാൾ ബേസ് ഇയറിനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രൈസ് ലെവൽ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇത്ര എഴുതി വെച്ചാലാണ് ഈ മാർക്ക് കിട്ടുക കേട്ടോ. ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഓക്കെ, ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. TPAP കണ്ടുപിടിക്കുക. കോസ്റ്റ് പ്രോബ്ലം പ്രൊഡക്റ്റ് പ്രോബ്ലം 3rd ചാപ്റ്റർ ആണ്. മൈക്രോയിലെ അതില്ലാത്തവർ പഠിക്കേണ്ട. പകരം നിങ്ങൾ ഏത് പഠിക്കാം, ബഡ്ജറ്റ് ലൈന് പ്രോബ്ലംസ്, പ്രൈസ് ഇലാസിറ്റി കണ്ടുപിടിക്കുന്നത്, കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടുപിടിക്കുന്നത്, അതുപോലെ തന്നെ മാർക്കറ്റ് ഡിമാൻഡ് കണ്ടുപിടിക്കുന്നത് ഒക്കെ നല്ലപോലെ പഠിക്കാം. മാക്രോയിലെ 2nd ചാപ്റ്റർ ഉള്ളവർ ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് GDPയുടെ ഇക്വേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് പഠിക്കുക. ഇത്രയും പ്രോബ്ലംസിൽ ഒരു 10 മാർക്കിൻ്റെ പ്രോബ്ലം നമുക്ക് എങ്ങനെയും പ്രതീക്ഷിക്കാം.
കൂടുതലും പ്രോബ്ലംസ് കൂടാം. കാരണം നമുക്ക് ഓണപരീക്ഷയ്ക്ക് കുറച്ച് പാടല്ലേ ഉള്ളൂ. അപ്പോൾ ടീച്ചേഴ്സ് അതിനനുസരിച്ച് കർവുകളും പ്രോബ്ലംസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ പ്രോബ്ലംസിൻ്റെ പിന്നാലെ നിങ്ങൾ പഠിക്കേണ്ട കർവിൻ്റെ വീഡിയോ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട ശേഷം നിങ്ങൾ അത് പഠിക്കുക. അപ്പോൾ കർവ് പഠിക്കുക, പ്രോബ്ലം പഠിക്കുക. അപ്പോൾ തന്നെ നിങ്ങളൊരു 70% പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു 30% കുറച്ച് തിയറിയുടെ പഠിച്ചു കഴിഞ്ഞാൽ നാളത്തെ ഓണപരീക്ഷയ്ക്ക് സെറ്റായി. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയി എങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.